അയാളും വേറൊരു വീട്ടിൽ വന്നു കയറി ഓസിന് താമസിക്കല്ലേ? രണ്ടു കൂട്ടർക്കും ഒരേ സ്വഭാവം തന്നെയല്ലേ? നാണമില്ലാത്ത വർഗം. അല്ലാതെ എന്തു പറയും? അയാള് ശരിക്കും പോലീസാണെന്ന് എനിക്ക് സംശയമുണ്ട്. പണ്ട് പോലീസിലായിരുന്നു, പക്ഷെ ഇപ്പൊ ജോലിയൊക്കെ പോയി കാണും. തിരിച്ചു വരുന്നതിന് മുമ്പ് പോവാ. എന്നാ പോ. ദുർഗമോള് നട്ട മാവില് കാഴ്ച മാങ്ങയാ. ഇതാ ആദ്യം അവൾക്ക് തന്നെ കൊടുക്കാം. ചക്ക റെഡി ആയിട്ടുണ്ട്. അല്ല, ആരിത് കൊണ്ടുപോകും? വസുമതിയോടും ഗിരിജോടും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് പിന്നെ എനിക്ക് അറിയില്ലേ ദേവാ. ഞാനേ കുട്ടനോട് പറഞ്ഞിട്ടുണ്ട്. കുട്ടൻ കൊണ്ടുപോയി കൊടുത്തോളും. എന്താ തിരിച്ച് ദേ അങ്ങോട്ട് നോക്കി. രണ്ടും കൂടി എന്തോ വലിയ പ്ലാനിങ് ആണെന്ന് തോന്നുന്നു അവിടെ. അത് ശരിയാ. കുട്ടൻ അത് ബുദ്ധിമുട്ടാവില്ലേ അമ്മേ? ഏയ് അങ്ങനെയൊന്നുമില്ല. അതുപോലെ ദുർഗമോളുടെ അടുത്ത് എനിക്ക് ഭയങ്കര കാര്യമാണെന്ന് അറിയാലോ. പിന്നെ ഈ സാധനങ്ങളൊക്കെ കിട്ടുമ്പോഴേ ദുർഗമ്മക്ക് ഭയങ്കര സന്തോഷത്തിലാവും. ഒന്നും കേക്കാൻ പറ്റുന്നില്ല. ആ മാവ് നടുമ്പോ അവള് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതിലുണ്ടാകുന്ന ആദ്യത്തെ മാങ്ങ അവൾക്ക് വേണോന്ന് അവൾ എന്നോട് പറഞ്ഞിരുന്നു. അതൊക്കെ കാര്യമായിട്ട് വെച്ചിരിക്കണം അമ്മേ. മോള് വെറുതെ പറഞ്ഞതാവില്ലമ്മേ. അതെ, എന്നാലും എന്റെ മനസ്സിനൊരു സമാധാനം വേണ്ടേ ദേവാ. ദുർഗയ്ക്ക് ഞാൻ മുത്തശ്ശി മാത്രല്ല ദേവാ, അമ്മ കൂടിയാ. അമ്മ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മോൾക്ക് വേണ്ടി ചെയ്യാൻ ഞാനല്ലേ ഉള്ളൂ. അമ്മയായും മുത്തശ്ശിയായും എല്ലാം. എന്ത്? എന്നിട്ട് നമുക്ക് ഒന്നിനും സാധിച്ചില്ലല്ലോ അമ്മേ. സ്വന്തമായിട്ട് ഈ വീടുണ്ടായിട്ടും വല്ലവരുടെയും വീട്ടിൽ അഗതികളെ പോലെ കഴിയല്ലേ. അതൊക്കെ വിധിയാണെന്ന് കരുതിയാ മതി. ഓരോ മനുഷ്യനും അവരവരുടെ ജീവിതത്തിൽ എന്തൊക്കെ അനുഭവിക്കണമെന്ന് ഈശ്വരൻ തീരുമാനിച്ചിട്ടുണ്ട്. അതനുഭവിക്കാതെ പറ്റില്ലല്ലോ. ഇത് ദുർഗയുടെയും കിരണിന്റെയും മോശ സമയമായി കണ്ടാ മതി. പിന്നെ എല്ലാം ശരിയാവുന്ന കരുതി പ്രാർത്ഥിക്കാം. നമ്മളെ കൊണ്ട് അതല്ലേ സാധിക്കൂ. ദുർഗമോൾക്ക് കുറച്ച് പലഹാരങ്ങൾ കൂടി വാങ്ങാൻ ഞാൻ കുട്ടനോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ പോയി വാങ്ങിച്ചോണ്ടിരാമ. ഞാനേ ആദ്യം ചക്ക എടുത്ത് അകത്ത് വയ്ക്കാം. അയ്യോ, നമ്മൾ വിചാരിക്കുന്നതിൽ സീരിയസ് ആ കാര്യങ്ങള്. അതെ, നമ്മളില്ലാത്ത സമയം നോക്കി മുറിയിൽ കയറി പരിശോധിക്കുന്നവരായി കാര്യങ്ങൾ. ഇനി കൂടുതൽ സൂക്ഷിക്കണം. ഇനി അധിക നാൾ ഇവിടെ നിൽക്കുന്നത് സേഫ് ആണെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ ലക്ഷ്യം നേടി ഈ വീട് വിട്ടിറങ്ങണം. അതെ, അല്ലെങ്കിൽ ഇത്രയും നാൾ നമ്മൾ മറച്ചുവെച്ച നമ്മുടെ ഐഡന്റിറ്റി പോലും പുറത്താവും. ചെറിയച്ഛന് നമ്മൾ വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലാ ഡൗട്ട്. അത് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് ഈ കഷ്ടപ്പെടുന്നത്. പക്ഷേ ചന്ദ്രമതി ആന്റിയുടെ കാര്യം സൂക്ഷിക്കണം. എന്തായിരിക്കും അവരുടെ ഉദ്ദേശം എന്ന് പറയാൻ പറ്റില്ല. അത് ഞാൻ ആരാണെന്ന് അറിയാനുള്ള ശ്രമം തന്നെയാ. ആന്റി ഇപ്പൊ അതറിയുന്നത് പ്രശ്നമാണ്. അങ്കിളായിട്ട് പറയുന്നതിന് മുന്നേ വേറെ ആരെങ്കിലും പറഞ്ഞറിയുന്നത് പ്രശ്നമാണ്. അങ്ങനെ വന്നാ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല. എന്റെ പിതൃത്വം അംഗീകരിപ്പിക്കുന്നതിനേക്കാളും വലിയ ഒരുപാട് ലക്ഷ്യങ്ങളും നമുക്ക് മുന്നിലുണ്ട്. വ്യക്തിപരമായ കാര്യത്തിന്റെ പേരിൽ നമ്മൾ കുറച്ചുപേരുടെ ഒരുപാട് നാളായുള്ള പരിശ്രമം വെറുതെ പോകാൻ പാടില്ല. കിരൺ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇത്രയൊക്കെ സംഭവിച്ചതിന് ശേഷം നമ്മളെല്ലാം ഉപേക്ഷിച്ച് പിന്മാറിയ കിരണ് ഒരിക്കലും അച്ഛനെയോ കുടുംബത്തെയോ തിരിച്ചു കിട്ടില്ല. ദുർഗ പറയുന്നതൊക്കെ ശരിയാ. ഒരു കുടുംബവും അച്ഛന്റെ സ്നേഹവും എല്ലാം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതുവാ. പക്ഷേ ഒരു പക്ഷേയില്ല. എന്ത് ലക്ഷ്യത്തോടെയാണോ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് അതെല്ലാം നമ്മൾ നേടുക തന്നെ ചെയ്യും. പക്ഷേ കുറച്ചുകൂടി ശ്രദ്ധ വേണമെന്ന് മാത്രം. എന്തിനും കിരണിനൊപ്പം ഞാനുണ്ടാവും. ആ ഒരു ധൈര്യം മാത്രം എനിക്കുള്ളത്.
എന്തൊരു കഷ്ടമാണോ എന്തോ. എത്ര പറഞ്ഞാലും കേക്കത്തില്ല. മനുഷ്യന്റെ തൊലി ഉരിഞ്ഞു പോവും. ഇവർക്ക് നാണയില്ലല്ലോ നാത്തുനെ. അശിയെ കെട്ടിച്ചു വിട്ട വീടല്ലേ അത്? അവിടേക്ക് സാധനങ്ങൾ കൊടുത്തു വിടണമെങ്കിൽ അത് അശിക്കല്ലേ കൊടുത്തു വിടേണ്ടത്? എന്റെ കുഞ്ഞിനെ അതിനമ്മ കൊച്ചുമോളായിട്ട് കണ്ടിട്ടില്ലല്ലോ. അച്ഛനെന്ന് പറയുന്ന ആൾക്കും ആ സ്നേഹമില്ല. പിന്നെ എന്ത് ചെയ്യാനാ? അങ്ങനെ തോറ്റു കൊടുക്കാൻ പാടില്ല നാത്തുനെ. ഇപ്പൊ നമ്മളത് വിട്ടുകൊടുത്താലേ അവരിത് എന്നെ തുടരും. അത് പാടില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്ത് പറഞ്ഞാലും അതിനൊരു വിലയില്ലല്ലോ ഇവിടെ. അങ്ങനെ ആയാൽ ശരിയാവില്ലല്ലോ. ദുർഗ നല്ല രീതിയിൽ കല്യാണം കഴിച്ച് പോയതായിരുന്നെങ്കിൽ ഈ കാണിക്കുന്നതിനൊക്കെ ന്യായം ഉണ്ടായിരുന്നു. ഇതങ്ങനെയല്ലല്ലോ. അവളായിട്ട് ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് നല്ല രീതിയിൽ പറഞ്ഞു വിട്ട കൊച്ചിനില്ലാത്ത പ്രാധാന്യം അവൾക്ക്. അതെങ്ങനെ ശരിയാവും? ഇവർ ഈ വേർതിരിവ് കാണിക്കുന്നത് കാണുമ്പോ പാവ അശുമോക്ക് എന്തുമാത്രം വിഷമുണ്ടാകുമെന്ന് നാത്തുനൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് മാത്രോ, ആ വീട്ടുകാർ തന്നെ അമ്മയുടെയും മോന്റെയും വേർതിരിവ് മനസ്സിലാക്കില്ലേ? അത് ശരിയാ. പക്ഷെ ഞാനോ നീയോ എന്ത് ചെന്ന് പറഞ്ഞാലും അമ്മ അതിനൊരു വിലയും തരാൻ പോകുന്നില്ല. എന്റെ നാത്തൂൻ എന്റെ കൂടെ ഒന്ന് നിന്ന് തന്നാ മതി. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞോളാം. കുടുംബത്തിന് നാണക്കേടുണ്ടാക്കി കല്യാണം കഴിച്ച് ഒരുത്തന്റെ കൂടെ അന്യ വീട്ടിൽ അതിക്രമിച്ച് കയറി താമസിക്കുന്നവർക്ക് ആ പ്രാധാന്യം കൊടുത്താൽ മതി. എല്ലാത്തിനും കൂട്ടായിട്ട് ആ കുട്ടമ്പിള്ള ഉണ്ടല്ലോ. അയാളെയൊക്കെ ആരാണാവോ പോലീസിലെടുത്തത്? അവന് ദുർഗയോടും കിരണിനോട് സ്നേഹം കൂടുതൽ തോന്നുന്നതില് ഒരു കുറ്റവും ഇല്ല. കാരണം അയാളും വേറൊരു വീട്ടിൽ വന്നു കയറി ഓസിന് താമസിക്കല്ലേ. രണ്ടു കൂട്ടർക്കും ഒരേ സ്വഭാവം തന്നെയല്ലേ. നാണമില്ലാത്ത വർഗം. അല്ലാതെന്തു പറയും? അയാള് ശരിക്കും പോലീസാണെന്ന് എനിക്ക് സംശയമുണ്ട്. പണ്ട് പോലീസിലായിരുന്നു, പക്ഷെ ഇപ്പൊ ജോലിയൊക്കെ പോയി കാണും. അല്ലെങ്കിൽ ഇന്ന് വരെ അയാൾ യൂണിഫോം ഇട്ട് ജോലിക്ക് പോകുന്നത് നാത്തും കണ്ടിട്ടുണ്ടോ? അത് ശരിയാണല്ലോ. ഇവിടെ എന്തൊക്കെ തോന്നിവാസം നടന്നാലും നമുക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ. ഉടനെ ആ തള്ള പറയും ഇത് അവരുടെ വീടാണെന്ന്. വീട് ആരുടെ വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ദുർഗയ്ക്ക് മാത്രമായിട്ട് പ്രത്യേക പരിഗണന കൊടുക്കാൻ ഇവിടെ പറ്റില്ല. ഈ ഒരു തവണ നമ്മൾ കണ്ണടച്ചാലേ ഇത് വീണ്ടും തുടരും. അതെ, അവരുടെയൊക്കെ ചക്കയും മാങ്ങയും കൂടി പിടിച്ചു വാങ്ങി വല്ല കാട്ടിലും കളയാ വേണ്ടത്. എന്നാലും ദേവേട്ടന്റെ കാര്യം ഓർക്കുമ്പോഴേ എനിക്ക് സങ്കടം. അശി അങ്ങേന്റെ മോളല്ലേ, അതുപോലും ഓർത്തില്ലല്ലോ. അത് ദേവേട്ടന് മാത്രം തെറ്റല്ല. നാത്തുനെ ആ രീതിയിലുള്ള ക്ലാസ് അല്ലേ എന്റെ അമ്മ കൊടുക്കുന്നത്. ദുർഗാ ചരിത്രം പറഞ്ഞു പറഞ്ഞ് ദേവേട്ടനെ മാറ്റിയെടുത്തതാ. അമ്മയ്ക്കിപ്പോഴും സ്നേഹ ചത്തുപോയ മരുമകളെ അവളുടെ മകളെയുമാണ്. സാധാരണ സ്വന്തം പെൺമക്കളോടാ അമ്മമാർക്ക് സ്നേഹം കൂടുതൽ. ഇവിടെ ഭർത്താവ് മരിച്ചുപോയ നിന്നോട് പോലും ഒരു സ്നേഹവും ഇല്ല. അതെ, എന്റെ അജയേട്ടൻ മരിക്കാൻ കാരണക്കാരായി അവളെ ഇപ്പോഴും പൊക്കിപ്പിടിച്ച് നടക്കുകയല്ലേ അമ്മ. അതുകൊണ്ടുകൂടി തന്നെയാ പറയുന്നത്.